ഹായ്, എല്ലാവർക്കും ഒരുപാട് പരാതികളുണ്ടല്ലേ. ഞാനൊരു ചെറിയൊരു സംരംഭം തുടങ്ങി, അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞു തരുന്നില്ല എന്നും പറഞ്ഞ് ഒരുപാട് പരാതികളാണ്. നമ്മൾ ഓർഡറിന് വേണ്ടി വെച്ചേക്കുന്ന നമ്പറിലോട്ടൊക്കെ വിളിച്ച് ഒത്തിരി പരാതികളും ഒരുപാട് മെസ്സേജുകളും ഒക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട് എനിക്ക്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു ചെറിയൊരു കാര്യം പറഞ്ഞുതരാം. പക്ഷെ കാര്യം ചെറുതാണേലും പക്ഷെങ്കിൽ ആവശ്യക്കാർക്ക് ഇത് ആവശ്യം വലുതാണ് കേട്ടോ. ആ ആവശ്യം അനുസരിച്ച് വേണം നിങ്ങൾ ഇത് ചെയ്യാനായിട്ട്. ഇത് മറ്റൊന്നുമല്ല, ഒരു ഏഞ്ചൽ നമ്പറാണ്. ഈ ഏഞ്ചൽ നമ്പർ ഞാൻ ഇവിടെ ആർക്കും മറ്റാരും ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. എൻ്റെ ഈ ഓർഡർ ചെയ്യാൻ വെച്ചേക്കുന്ന ഫോണിലേക്ക് വിളിച്ചിട്ട് എനിക്കൊരു പുള്ളിക്കാരി പറഞ്ഞു തന്നെ ഒരു നമ്പറാണ്. കൊല്ലത്തുനിന്ന് വിളിച്ചതാണ് എന്നെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മോന് 41 വയസ്സുണ്ട്. പലയിടത്തും ചെന്നിട്ട് പല കാര്യങ്ങളും അമ്പലത്തിലും പള്ളിയിലും നമ്മുടെ ഇവിടെ തൊട്ടടുത്തുള്ള കൃപാസനം പള്ളി വരെ വന്നവർ ഉടമ്പടി വരെ വന്നെടുത്ത് 3 പ്രാവശ്യം ഉടമ്പടി വരെ പുതുക്കിയിട്ടുണ്ട്. എന്നിട്ട് പോലും അവരുടെ കല്യാണം നടന്നിട്ടില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്ന് അവർക്ക് വളരെയധികം നിരാശയായിരുന്നു പറഞ്ഞു. അപ്പൊ എപ്പോഴോ ഇവരിങ്ങനെ യൂട്യൂബ് ഇങ്ങനെ തട്ടി മാറ്റി പോയപ്പം ഒരു ഹിന്ദിക്കാരുടെ ചാനലാന്ന് പറഞ്ഞ് ഹിന്ദിയായി എഴുതിയേക്കുന്നത്. അപ്പം ഭാഷ അവർക്ക് മനസ്സിലായില്ലേലും ഈ കാണിച്ചപ്പോഴൊക്കെ അവർക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു. അതായത് വേറെ മറ്റൊന്നുമല്ല, ഇത് കണ്ടോ, ഇങ്ങനെ ഈ വലത്ത് കൈയുടെ ഈ നടുവിരലില് 4 4 4 എന്ന് ഇങ്ങനെ എഴുതുക. അതായത് വെളുപ്പിനെ രാവിലെ, അതായത് ഒരു 5:30ക്കും 6നും ഇടയ്ക്ക് നിങ്ങൾ ഉറപ്പായിട്ട് ഇത് എഴുതണം. സൂര്യൻ ഉയരുന്നതിന് മുമ്പായിട്ട് ഇതിങ്ങനെ എഴുതി വെച്ചിട്ട് നമ്മൾ 7 മിനിറ്റ് നേരം സൂര്യഭഗവാൻ ഉദിച്ചു വരുന്ന ഭാഗത്തോട്ട് തിരിഞ്ഞു നിന്നിട്ട് നിങ്ങളുടെ ആവശ്യം ഇങ്ങനെ കൈ തൊഴുത് നിങ്ങൾ സൂര്യഭഗവാനെ നോക്കി ഇങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് അവർ പറഞ്ഞു. പ്രത്യേകിച്ച് നോയമ്പോ കാര്യങ്ങളോ ഒന്നും ഇതിനില്ല. രാവിലെ എഴുന്നേറ്റ് കൈയും വായും മുഖവും കഴുകിയിട്ട് നിങ്ങൾ എഴുതിയാൽ മാത്രം മതി. അതും പച്ചയോ കറുപ്പോ മഷി കൊണ്ട് എഴുതരുത്, റെഡ് മഷി കൊണ്ട് തന്നെ എഴുതണം. 21 ദിവസം രാവിലെ 5:30ക്കും 6നും ഇടയ്ക്ക്. നിങ്ങളെങ്ങാനും എഴുതാൻ വിട്ടുപോയെങ്കിൽ വീണ്ടും ഒരു 7 ദിവസത്തെ ക്യാപ്പ് ഇട്ടിട്ട് വേണം പിന്നെ എഴുതി തുടങ്ങാനായിട്ട്. നമ്മളൊരു 12 വീഡിയോ ചെയ്തില്ലേ, അതിൻ്റെ തന്നെ ഒരു മെത്തേഡ്, ഒരു ശകലം മാറ്റമേ ഉള്ളൂ കേട്ടോ. അപ്പം ഇങ്ങനെ എന്താണോ നിങ്ങളുടെ ആവശ്യം നടക്കാനുള്ളത്, കല്യാണമായിക്കോട്ടെ, നിങ്ങളുടെ എന്ത് ആവശ്യം, ഇങ്ങനെയൊന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം എഴുതിയിട്ട് കേട്ടോ. എന്ന് വെച്ചിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് അനുകൂലമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ കാര്യം സാധിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്നൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ല. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ.